കാട്ടാക്കടയിൽ കുത്തേറ്റ യുവാവ് മരിച്ചു എന്ന വാർത്ത പുറത്തുവരുന്നു. കാട്ടാക്കട എള്ളുവിള സ്വദേശി രാഹുലാണ് മരിച്ചത്. ഇന്നലെ രാത്രി 11 മണിയോടെ കാട്ടാക്കട കിള്ളി രാജശ്രീ ഓഡിറ്റോറിയത്തിന് സമീപം വെച്ച് രാഹുലും മറ്റൊരാളും തമ്മിൽ തർക്കം ഉണ്ടായി. അതിന് പിന്നാലെയാണ് ഈ കത്തിക്കുത്ത് സംഭവം ഉണ്ടായത്. താക്കോൽ കൊണ്ട് ഒരാൾ രാഹുലിൻ്റെ വാരിയലിന് സമീപത്തായി കുത്തി. തുടർന്ന് കാട്ടാക്കട മുമൽ ആശുപത്രിയിലും തുടർന്ന് മെഡിക്കൽ കോളേജിലും എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. വിവരങ്ങളുമായി എബി ഒരിക്കൽ കൂടി ചേരുകയാണ്. എബി, കാട്ടാക്കടയിൽ കുത്തേറ്റയാൾ മരിച്ചു എന്ന വാർത്ത പുറത്തു വരുന്നു. എന്താണ് ഈ സംഘർഷത്തിലേക്കൊക്കെ നയിച്ച ഒരു സാഹചര്യം? ഇന്നലെ 11 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കാട്ടാക്കടയിൽ ഇന്നലെ രാത്രി 11 മണിക്ക് കാട്ടാക്കട കിള്ളി രാജശ്രീ ഓഡിറ്റോറിയത്തിന് സമീപിച്ചാണ് ഈ രാഹുൽ എന്നയാൾക്ക് ഈ കുത്തേൽക്കുന്നത്. അത് കത്തി ഉപയോഗിച്ചല്ല, താക്കോൽ ഉപയോഗിച്ചാണ് കൂടെ ഉണ്ടായിരുന്നയാൾ കുത്തിയത് എന്നുള്ളതാണ്. ഇവർ തമ്മിൽ സംഘർഷമുണ്ടായി. അവിടെ വെച്ച് ബാറിൽ വെച്ച് ഇതിനു മുമ്പ് ഇവർ തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു. അതിനുശേഷമാണ് ആ സംഘർഷം വഴിയിലേക്ക് എത്തുകയും അവിടെ വെച്ച് ഇത്തരത്തിൽ രാഹുലിന് ഈ താക്കോൽ ഉപയോഗിച്ചുള്ള കുത്ത് ഏൽക്കുകയും ചെയ്യായിരുന്നു. വാരിയലിൻ്റെ ഭാഗത്താണ് കുത്തേറ്റത്. ഈ പരിക്ക് പറ്റിയതിനെ തുടർന്ന് വളരെ വേഗം തന്നെ കാട്ടാക്കടയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ഇയാളെ എത്തിച്ചിരുന്നു. പക്ഷേ അവിടെ നിന്ന് വീണ്ടും മെഡിക്കൽ കോളേജിലേക്കും കൊണ്ടുപോയി. പക്ഷേ ജീവൻ രക്ഷിക്കാൻ ആയില്ല എന്നുള്ളതാണ്. എന്തായാലും ഇത് ആരാണ് ഈ കുത്തിയത് എന്നുള്ളതിനെക്കുറിച്ച് പോലീസ് അന്വേഷിച്ച് വരികയാണ്. അയാളെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള സൂചനകൾ ലഭിച്ചിട്ടില്ല. ഇതിനു മുമ്പും ഈ 2 ദിവസം മുമ്പ് ഇവർ തമ്മിൽ ഇത്തരത്തിലൊരു തർക്കമുണ്ടാവുകയും സംഘർഷത്തിലുണ്ടാവുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത്. കാട്ടാക്കട രാജശ്രീ ഓഡിറ്റോറിയത്തിനും നെയ്യാർ മെഡിസിറ്റിക്കും ഇടയിൽ വെച്ചാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. എന്തായാലും പോലീസ് പ്രതിക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ്. എബിയാണ് വിവരങ്ങൾ നൽകിയത്. ഈ ബാറിലുണ്ടാകുന്ന തർക്കം അതിന് പുറത്തേക്ക് വ്യാപിക്കുന്നത് ഇതിപ്പോൾ 2ാമത്തെ സംഭവമാണ് ഈ ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്കറിയാം, വിഴിഞ്ഞത്ത് സുമൻ എന്ന യുവാവ് ബാറിലുണ്ടായ തർക്കത്തെ തുടർന്ന് അത് ബാറിന് പുറത്തേക്ക് വന്നു. ആ തർക്കം അടിപിടിയിൽ കലാശിച്ച് സുമനെ സഹോദരങ്ങൾ തല്ലിക്കൊന്നത് നമ്മൾ കണ്ടതാണ്. സമാനമായി ഇപ്പോൾ താക്കോൽ കൊണ്ട് കുത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ പറഞ്ഞതുപോലെ ഒരാളുടെ മരണത്തിലേക്ക് വാക്കില്ലാതെ ഒരിടത്ത് ഒരു കുത്തുകൊണ്ടാൽ അത് മരണത്തിലേക്ക് തന്നെ എത്തുന്ന ഒരു സാഹചര്യം. അതാണ് നമ്മളിവിടെ കാണേണ്ടത്. എബിയാണ് വിവരങ്ങളുമായി ചേർന്നത്.